കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. അധികാരത്തിന്റെ തണലിൽ എന്തും നടപ്പിലാക്കാമെന്നാണോ? CMRL എക്സാലോജി കേസ് ഒരു സാധാരണ സാമ്പത്തിക ഇടപാടാണോ, അതോ കോടികളുടെ കള്ളപ്പണ വെളുപ്പിക്കൽ നടന്ന ഒരു വലിയ തട്ടിപ്പാണോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് CMRL എന്ന സ്വകാര്യ കമ്പനി നൽകിയ 2.78 കോടി രൂപ എന്തിനായിരുന്നു? സേവനം ലഭിക്കാതെ നൽകിയ ആ പണം വെറും ഫീസ് മാത്രമായിരുന്നു, അതോ മറ്റൊരു വലിയ ഇടപാടിന്റെ മറയായിരുന്നു? ED കേരളത്തിലേക്ക് അവരുടെ കണ്ണുകൾ പായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇന്ന് വിയർക്കുകയാണ്. വെറും ചോദ്യം ചെയ്യലിന് ശേഷം അവർ അറസ്റ്റിലേക്ക് നീങ്ങുമോ? പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ആരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ പോവുകയാണ്? എന്താണ് സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ അന്വേഷണം ഇപ്പോൾ കടന്നു പോകുന്നത് അതീവ ഗൗരവകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്. വെറുമൊരു IT കൺസൾട്ടൻസി കരാർ എന്ന നിലയിൽ പുറത്തു വന്ന വിവരങ്ങൾ ഇന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ, അതായത് PMLA പ്രകാരമുള്ള അതിശക്തമായ വകുപ്പുകളിലേക്ക് മാറിയിരിക്കുന്നു എന്നത് തന്നെ ഈ കേസിന്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. 2019 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് CMRL കമ്പനിയുടെ അക്കൗണ്ടുകളിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയത്. ഇതിൽ യാതൊരു സേവനവും നൽകാതെ എക്സാലോജിക് സൊല്യൂഷൻസിന് കൈമാറ്റം ചെയ്യപ്പെട്ട 2.78 കോടി രൂപയുടെ ഇടപാട് EDക്ക് വലിയ സംശയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപ ആരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് ഒഴുകിയത്? ആ പണം ഉപയോഗിച്ച് എന്തൊക്കെ അട്ടിമറികളാണ് നടന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളിലൂടെയും ബാങ്ക് രേഖകളിലൂടെയും തേടിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ അടുത്ത പ്രധാന നീക്കം ചോദ്യം ചെയ്യലുകളാണ്. വെറുമൊരു വിളിച്ചു വരുത്തലല്ല ഇത്, മറിച്ച് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ്. വീണ വിജയനെ മാത്രം ലക്ഷ്യമിട്ടല്ല ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. CMRL കമ്പനിയുടെ MD SN ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ ശരൺ S കർത്ത, കൂടാതെ കമ്പനിയുടെ സാമ്പത്തിക വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ED ഒരേ സമയം ചോദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഏജൻസികൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു തന്ത്രമുണ്ട്. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എണ്ണി ചോദിക്കുമ്പോൾ അധികാരത്തിന്റെ തണലിൽ മറച്ചു പിടിച്ച സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരും. ലഭിച്ച ഡിജിറ്റൽ തെളിവുകളിലെ പാസ്വേഡുകൾ പൊളിച്ചതിലൂടെ അന്വേഷണ സംഘത്തിന് ആരുടെയും മുന്നിൽ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ ഇപ്പോൾ കൈവശമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം വീണ വിജയനിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ്. റെയ്ഡുകളിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും ഫോണുകളും തുറന്ന് പരിശോധിച്ചതോടെ കൂടുതൽ രാഷ്ട്രീയ മുഖങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചനയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി നിയമവിദഗ്ധരുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തുന്നത് വെറുതെയല്ല. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം ഒരിക്കൽ ആരംഭിച്ചാൽ അത് അധികാരത്തിന്റെ ഏത് അറ്റത്തുള്ളവരെയും ബാധിക്കാം. 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കൊണ്ടു തുടങ്ങിയ ഈ നടപടി വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ ഉറക്കം കെടുത്തും എന്നതിൽ സംശയമില്ല. അറസ്റ്റ് എന്ന സാധ്യതയും നമ്മൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയരുത്. PMLA കേസ് ആയതുകൊണ്ട് തന്നെ തെളിവുകൾ ലഭിച്ചാൽ ഉടൻ നടപടിയിലേക്ക് കടക്കുക എന്നത് ഏജൻസികളുടെ ശൈലിയാണ്. മകൾക്ക് വേണ്ടി മുൻ മുഖ്യമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ പ്രതിരോധങ്ങളെക്കാൾ നിയമത്തിന്റെ വഴികളിലൂടെയുള്ള നീക്കത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം ലഭിക്കുക. എന്തായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അധികാരത്തിന്റെ തണലിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന ഈ അന്വേഷണം അവസാനിക്കുമ്പോൾ കേരള രാഷ്ട്രീയം തന്നെ അടിമുടി മാറിയിട്ടുണ്ടാകും. ആരൊക്കെ വീഴും, ഏതൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരും എന്നത് കണ്ടു തന്നെ അറിയണം. വരും മണിക്കൂറുകൾ കേരളത്തിൽ തീ പാറുന്ന ദിവസങ്ങളായിരിക്കും. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നപ്പോൾ കേരളത്തെ മുഴുവൻ പാട്ടത്തിനെടുത്തുവെന്ന് കരുതിയവർക്ക് തിരിച്ചടിയുടെ സമയമായിരിക്കുന്നു ഇപ്പോൾ. അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രഖ്യാപിച്ചവർ സ്വന്തം മകളുടെ അഴിമതി കഥകൾ പുറത്തു വന്നപ്പോൾ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? CMRL എക്സാലോജിക് വിവാദം കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, ഇതൊരു അധികാര അഴിമതി കൂട്ടുകെട്ടാണ്. ഇത്രയും കാലം പിണറായി വിജയൻ എന്ന നേതാവിന്റെ തണലിൽ ഒതുക്കിപ്പിടിച്ച രഹസ്യങ്ങൾ ED എന്ന ഏജൻസിക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ്.
മകളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ വട്ടമിട്ട് പറക്കുകയാണ്. ചോദ്യം ചെയ്യലല്ല, അറസ്റ്റ് എന്ന വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ മുൻ മുഖ്യമന്ത്രിക്ക് ഇനി എന്ത് രാഷ്ട്രീയ തന്ത്രമാണുള്ളത്? ആരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി ഇതിൽ കരിഞ്ഞു പോകും? ഇനിയൊന്ന് ചോദിക്കട്ടെ, ഒരു IT കൺസൾട്ടൻസി കമ്പനിക്ക് എന്തിനാണ് CMRL എന്ന കമ്പനി 2.78 കോടി രൂപ നൽകിയത്? എന്ത് സേവനമാണ് വീണ വിജയൻ നൽകിയത്? സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് വ്യക്തമായിട്ടും ആ പണം കൈപ്പറ്റിയത് എന്തിനായിരുന്നു? ഇത് അഴിമതി തന്നെയാണ്. അധികാരത്തിന്റെ കസേരയിലിരുന്ന മകൾക്ക് പണം വാരിക്കൊടുത്ത പിണറായി വിജയന്റെ മൗനത്തിന് പിന്നിലെ അഴിമതി. ആദായ നികുതി വകുപ്പ് 130 കോടിയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയപ്പോൾ അതിന്റെ ഓഹരി വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് യാദൃശികമാണോ? ഒരിക്കലുമല്ല. ഇതൊരു കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇന്ന് വീണ വിജയനെ ED വിളിച്ചു വരുത്തുന്നത് അവർ ചെയ്ത തെറ്റുകൾക്ക് ഉത്തരം പറയാനാണ്. PMLA പ്രകാരമുള്ള കർശന നിയമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ നോക്കുന്ന മുൻ മുഖ്യമന്ത്രിയോട് ജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് നിയമവിദഗ്ധരുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ? ഉത്തരം വളരെ ലളിതമാണ്. കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകൾ EDയുടെ കയ്യിലുണ്ട്. CMRL MD ശശിധരൻ കർത്തിയെയും മകൾ വീണയെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇരുവരുടെയും കള്ളങ്ങൾ പൊളിയാൻ പോകുകയാണ്. കേരളം ഇന്ന് ചിന്തിക്കുന്നതും ഇതാണ്. രാഷ്ട്രീയക്കാർക്ക് നിയമം ബാധകമല്ലേ? ഇത്രയും കാലം ഭരണം അഹങ്കാരത്തോടെ കണ്ടു നടന്നവർ, പെരുമാറിയവർ ഇന്ന് EDയുടെ നോട്ടീസ് വരുമ്പോൾ വിറയ്ക്കുന്നു. വീണ വിജയൻ മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ വൻമരങ്ങളും വീഴാൻ പോവുകയാണ്. 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ എത്ര കോടിയുടെ കള്ളപ്പണമാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പിണറായി വിജയന്റെ തണലിൽ വളർന്ന അഴിമതിയുടെ ഈ സാമ്രാജ്യം തകർന്നു വീഴുന്നത് കാണാൻ കേരളം കാത്തിരിക്കുകയാണ്. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ആരെയും ഭയപ്പെടുത്താമെന്ന് ഇനി കരുതേണ്ട. വീണ വിജയനെ ED ചോദ്യം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കേസ് ആരുടെയൊക്കെ മുഖംമൂടി അഴിച്ചുമാറ്റും, ആരൊക്കെ ജയിലിൽ പോകും? മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നത് ഇനി രക്ഷാകവചമാകില്ല. അധികാരത്തിന്റെ ഈ അഹങ്കാരത്തിന് നിയമം മറുപടി നൽകാൻ പോവുകയാണ്. അഴിമതിയുടെ ഈ കൂട്ടുകെട്ട് തകരുന്ന ദിവസം ദൂരെയല്ല. ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരൊറ്റ കാര്യം വ്യക്തമാകും: കേരളം കണ്ട ഏറ്റവും വലിയ അധികാര അഴിമതി നാടകങ്ങളിൽ ഒന്നാണ് ഇവിടെ അരങ്ങേറുന്നത്. വെറുമൊരു സാമ്പത്തിക ഇടപാടായി ഇതിനെ ചുരുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മറന്നു പോവുകയാണ്. സത്യം എത്രനാൾ അധികാരത്തിന്റെ ഇരുട്ടറയിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും? വീണ വിജയൻ എന്ന വ്യക്തിയെയോ എക്സാലോജിക് എന്ന കമ്പനിയെയോ മാത്രമല്ല ഇവിടെ നാം വിമർശിക്കുന്നത്, മറിച്ച് അധികാരത്തിന്റെ തണലിൽ എന്തുമാകാം, ആരും ചോദിക്കില്ല എന്ന ധാർഷ്ട്യം കാണിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന ലേബലിൽ സകല പഴുതുകളും അടച്ച് നിയമത്തെ വെല്ലുവിളിക്കാം എന്ന് കരുതിയവർക്ക് തെറ്റി. കേന്ദ്ര ഏജൻസികൾ ഒരു കാര്യം തെളിയിക്കുകയാണ്: നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ 130 കോടിയുടെ ക്രമക്കേടുകൾ വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്കും എക്സാലോജിക് എന്ന പേര് അലങ്കരിച്ച കമ്പനിയിലേക്കും ഒഴുകിയ പണം, ഇതൊക്കെ വെറും യാദൃശികതയാണെന്ന് അവസാനമായി പറയട്ടെ. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒന്നും ഓർക്കാത്തവർ സ്വന്തം വീട്ടിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് മറുപടി പറയാൻ വിയർക്കുന്നത് ചരിത്രത്തിന്റെ വലിയൊരു കാവ്യനീതിയാണ്. ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഇത് കേരളത്തിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. വീണ വിജയൻ EDയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർക്കുമ്പോൾ അത് അടയാളപ്പെടുത്തുന്നത് അധികാരത്തിന്റെ അഹങ്കാരം തകർന്നു തുടങ്ങി എന്നതിനെയാണ്. ഇനിയും എത്ര നാൾ ഈ അഴിമതികൾ മൂടി വെക്കാൻ സാധിക്കും? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.